സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ കെട്ടിട ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഉദ്ഘാടന ശേഷം സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിലേക്ക് എത്തിയ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത് 100ഓളം ജീവനക്കാർ അണിചേർന്ന സ്തുതിഗീതമാണ്. ഉദ്ഘാടനം കളറാക്കാൻ CPM അനുകൂല സംഘടനയിലെ ജീവനക്കാരും ജോലി ഒഴിവാക്കി കൂട്ടത്തോടെ വേദിയിലെത്തിയിരുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നു. പ്രശാന്ത്, ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വ്യക്തിപൂജയ്ക്കെതിരാണ് കമ്മ്യൂണിസം എന്നിവരൊക്കെ ഘോരഘോരം പ്രസ്താവിക്കുമ്പോഴും എന്തുകൊണ്ട് ഈ ഗാനത്തിന്റെ ആലാപനം അവിടെ മുഴങ്ങി കേൾക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ശഠിച്ചില്ല. പിന്നെ ഒന്ന്, ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എന്തുകൊണ്ട് 1 മണിക്കൂറിന് മേലെ നീണ്ട ഈ പ്രസംഗത്തിനോ ചടങ്ങിനോ ഇടയ്ക്ക് ഒരിക്കൽ പോലും ജോലി ഒഴിവാക്കി എത്തിയ സർവീസ് സംഘടനകളിലെ അംഗങ്ങളായ സർക്കാർ ഉദ്യോഗസ്ഥരോട് ഒരു വാക്ക് പറഞ്ഞില്ല? കാര്യങ്ങളാണ് ഗാനം മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഇന്ന് ഇത് ഈ പാട്ട് എഴുതിയ ആൾ പറയുന്നു. പക്ഷെ അതേസമയം തന്നെ അദ്ദേഹം തന്നെ നമുക്ക് നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, താൻ എഴുതിയപ്പോൾ അതിൽ കുറച്ച് കൂടിപ്പോയി, പ്രകീർത്തനം കൂടിപ്പോയി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ഇന്നിപ്പോൾ തുടക്കം മുതൽ ഈ പാട്ട് കേൾക്കാനുണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി ഉദ്ഘാടനം ഈ തൊട്ടടുത്തുള്ള ഊറ്റുകുഴിയിലെ ഈ ഓഫീസ് സമയത്ത് 100 ജീവനക്കാരുടെ ഗാനാലാപനം തുടങ്ങിയിരുന്നു. മുഖ്യമന്ത്രി ഏകദേശം 3 മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ എത്തുന്നു. ബാക്കി അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള പ്രകീർത്തനം മുഴുവൻ അദ്ദേഹം ഈ വേദിയിൽ ഇരുന്ന് തന്നെ കേട്ട് ആസ്വദിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ അതിനുശേഷം മുഖ്യമന്ത്രി നടത്തുന്ന പ്രസംഗത്തിലും തന്റെ ഭരണ നേട്ടങ്ങളുടെ തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ പ്രകീർത്തന ഗാനത്തിൽ, ഈ സ്തുതിഗാനത്തിൽ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ശരിവയ്ക്കുന്ന രീതിയിലുള്ള തന്റെ പ്രകടനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. അതൊരു വശത്ത് അവിടെ നിൽക്കുന്നു. മറ്റൊന്ന്, ഇന്നിവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഈ ജീവനക്കാർ, തൊട്ടപ്പുറത്തുള്ള സെക്രട്ടേറിയറ്റിലുള്ള ജീവനക്കാർ, ആയിരക്കണക്കിന് ജീവനക്കാരാണ് ഇന്ന് ഈ വേദിയിൽ ഈ പരിപാടി CPM അനുകൂല സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത്. അപ്പോൾ ഈ വേദിയിൽ എത്തിയവർ അവർ 12 മണിക്ക് സമയത്ത് എത്തുന്നു. 1 മണി വരെ ഈ പരിപാടി ഉണ്ടായിരുന്നു. ഈ പരിപാടിയിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ച ഒരു കാര്യം, 2016 ഇതേ വേദിയിൽ മുഖ്യമന്ത്രി ജീവനക്കാരോട് പറഞ്ഞ കാര്യമുണ്ട്. ഓരോ ഫയലിലും ഓരോ ജീവിതമാണുള്ളത്, അതനുസരിച്ച് ജീവനക്കാർ പെരുമാറണമെന്നാണ്. ഇന്ന് ഇതേ വേദിയിൽ മുഖ്യമന്ത്രി അതേ കാര്യം ആവർത്തിച്ചു. ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട്, പഴയ നില ജീവനക്കാരുടെ മനോഭാവത്തിൽ മാറ്റം വന്നു എന്ന് പറയുമ്പോഴും തന്റെ മുന്നിലിരിക്കുന്ന ജീവനക്കാർ ഈ ഓരോ ഫയലുകളും വലിച്ചെറിഞ്ഞ് അവിടെ തീരുമാനമെടുക്കാതെ മാറ്റിയിട്ട ശേഷമാണ് ഈ 1 മണിക്കൂർ ഇവിടെ ഈ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീരുന്നില്ല. എത്രയൊക്കെ പറഞ്ഞാലും ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കൂ എന്ന് എല്ലാവർക്കും നേരത്തെ തന്നെ അറിയാമായിരുന്നു. പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു ഗാനമാണ്, വ്യക്തിപൂജയാണ് നടന്നത്. എത്രയൊക്കെ കവിയുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞാലും, കവി ശരിക്കുദ്ദേശിച്ചത് ഇതല്ല എന്ന് പറഞ്ഞാലും പ്രകീർത്തനം തന്നെയാണ് നടന്നത്. അത് തത്സമയം കേട്ട് ആസ്വദിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എന്നതാണ് സത്യം. അത് തള്ളിക്കളയാനും ആവില്ല. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന സർവീസ് സംഘടനയിലെ സർക്കാർ ജീവനക്കാർ അവരുടെ വിലപ്പെട്ട സമയം പാഴാക്കിക്കൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്നതും ശ്രദ്ധേയമാണ്. എത്രയോ ജീവിതങ്ങളാണ് ഫയലുകളിൽ ഇരിക്കുന്നത് എന്ന കാര്യം മറന്നുകൊണ്ട് അവിടെ എത്തിയ ഒരാളെ പോലും ഈ കാര്യം മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചില്ല എന്നതും വളരെ ശ്രദ്ധേയം. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.